കനൽ വഴികളിലൂടെ അയോധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം. പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിൽ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന് പ്രാണപ്രതിഷ്ഠ. ജനുവരി 22 ഉച്ചയ്ക്ക് 12 ശേഷമുള്ള ശുഭമുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. ഭഗവാൻ പിറന്നു വീണ പിച്ചവച്ചോടിക്കളിച്ച അതേ മണ്ണിൽ പ്രപഞ്ചത്തെയും കാലത്തെയും സാക്ഷി നിർത്തി ബാലകരാമന് പ്രതിഷ്ഠാകർമ്മം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രചാരകായി ദീർഘകാലം കേരളത്തിലെ പ്രാന്തപ്രചാരകായി പ്രവർത്തിച്ച, ഇന്ന് മുഴുവൻ ഭാരതത്തിലും അഖില ഭാരതീയ തലത്തിൽ സീമാ ജാഗരൺ മഞ്ച് എന്ന പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുന്ന ശ്രീ എ ഗോപാലകൃഷ്ണേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഗോപാലകൃഷ്ണേട്ടന് ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം. സംഘപ്രസ്ഥാനം ഈ അയോധ്യ പ്രക്ഷോഭത്തിലേക്ക് എടുത്തു ചാടാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? സംഘത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 25-ൽ തുടങ്ങിയത് മുതൽ 40-ൽ അദ്ദേഹത്തിൻ്റെ ദേഹാന്ത്യം വരെ ഡോക്ടർ എഡ്ഗവാർ പറഞ്ഞിരുന്നത് സംഘം വ്യക്തികളെ ദേശഭക്തരും അച്ചടക്കമുള്ളവരും സാമൂഹ്യ ബോധമുള്ളവരുമാക്കി മാറ്റും. ആ ബോധം ലഭിച്ച വ്യക്തികൾ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം ചെയ്തുകൊള്ളും എന്നാണ്. അദ്ദേഹത്തിൻ്റെ ദേഹാന്ത്യത്തിന് ശേഷം ഗുരുജി ഗോൾവാൾക്കർ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തപ്പോഴും ഈ പാതയിൽ സംഘം ഉറച്ചു നിന്നു. അതുകൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം അന്നും ഇന്നും വ്യക്തികളെ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ ഭാവാത്മകമായി നോക്കിക്കാണും. അത് ഈ നാടിൻ്റെ ഭാവിക്കും നന്മക്കും യോജിച്ച തരത്തിൽ പരിഹരിക്കുവാനുള്ള പ്രസ്ഥാനങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടനകളും അവസരങ്ങളും ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ സംഘത്തിൻ്റെ ചരിത്രത്തിൽ ഗോഹത്യാ നിരോധന പ്രസ്ഥാനം സംഘം ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഭാരതത്തിൽ മറ്റെല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തമായി ഗോമാതാവിന് ഒരു പ്രാധാന്യമുണ്ട്. അതിവിടുത്തെ സാംസ്കാരിക മൂല്യങ്ങളുടെ ഒരു ആത്മാവാണ്. അതിന് ക്ഷതം പറ്റിക്കാൻ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഒക്കെ പരിശ്രമിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ആ ഒരു ശ്രദ്ധയിൽ ഒരു വീഴ്ചയുണ്ടായിരുന്നു. അതിനെ പരിവർത്തനം ചെയ്യാൻ ഗുരുജിയുടെ കാലത്ത് ഗോഹത്യാ നിരോധന പ്രസ്ഥാനം സംഘം ഏറ്റെടുത്തിട്ടുണ്ട്. ദേശവ്യാപകമായി ആ ഒരു പ്രവർത്തനം, ഒപ്പുശേഖരണം, സന്യാസിമാരെ സംഘടിപ്പിക്കൽ, ഇത്തരം പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. വിജയിച്ചിട്ടുമുണ്ട്. അതുപോലെ ഹിന്ദു സമാജത്തിനകത്തുള്ള വ്യത്യസ്തങ്ങളായ വിഭജനങ്ങൾ സംഘർഷപൂരിതമായി ഒരസ്വസ്ഥതയിലേക്ക് നയിച്ചിരുന്ന പല ഘട്ടങ്ങളിലും ഭാരതത്തിന് അപമതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് മനസ്സിലാക്കി ഹിന്ദുക്കളെ ഏകീകരിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുജിയുടെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ആരംഭിച്ചത്. ആ വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈന്ദവ സോദര സർവേ ന ഹിന്ദു പതിത ഭവേത് എന്ന വാക്കുകളോടുകൂടി ഭാരതത്തിലെ മുഴുവൻ സന്യാസിമാരെ സംഘടിപ്പിക്കുവാനും ധർമ്മസംസദ് നടത്താനും അതിൻ്റെ ഒന്നാമത്തെ സമ്മേളനം ഉടുപ്പിയിലും പിന്നീട് കുംഭമേളയുടെ സമയത്ത് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനം നടത്തുമ്പോഴും RSSൻ്റെ മനസ്സിലുള്ളത് അതിൻ്റെ ജന്മോദ്ദേശം പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ നാടിലെ ദേശീയ സമാജം പരസ്പരമുള്ള വിഭജനവും വിദ്വേഷവും ഉപേക്ഷിച്ച് ഏകീകരിച്ച് ഈ നാടിനു വേണ്ടി ഒന്നായി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ഒരു സമയത്ത് സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകമായിട്ടുള്ള പിങ്കളേജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം പ്രേരണ കൊടുത്ത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഏകാത്മതാ യാത്ര എന്നൊരു പരിപാടി ഭാരതം മുഴുവൻ നടന്നു. ആ പരിപാടിയിൽ ഭാരതമാതാവിൻ്റെ ചിത്രവും ഗംഗാ ജലവും ഗോമാതാവിൻ്റെ ചിത്രവും ഒക്കെയായി ഭാരതം മുഴുവൻ ഈ യാത്ര നടന്നു. ആ യാത്രയിൽ ഭാരതമാതാവ് എന്ന പ്രത്യക്ഷമായൊരു രൂപത്തെ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കാൻ ആ പ്രസ്ഥാനത്തിന് സാധിച്ചു. സുജലാം സുബലാം മലയജ ശീതളാം, അല്ലെങ്കിൽ ത്വാം ഹി ദുർഗ ദശപ്രഹരണധാരിണി എന്നൊക്കെ ബങ്കിമചന്ദ്രൻ വർണ്ണിച്ചെങ്കിലും ആ ഭാവനാപരമായ വർണ്ണനക്ക് അനുസരിച്ച ഒരു ഭവ്യ രൂപം, സമൂർത്തമായ ഒരു ഭാരതമാതാവ് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതിന് ആ ഏകാത്മതാ യാത്ര വലിയ പങ്ക് വഹിച്ചു. അനവധി ഭാഷകളുടെയും ജാതികളുടെയും അനവധി തരത്തിലുള്ള വസ്ത്രധാരണത്തിൻ്റെയും അനവധി ആചാരങ്ങളുടെയും ഒക്കെ വൈവിധ്യങ്ങൾക്കിടയിൽ നമ്മൾ ഒരമ്മയുടെ മക്കളാണെന്ന ബോധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ അമ്മയോടുള്ള പ്രതിബദ്ധതയും അമ്മയോടുള്ള ഭക്തിയും അമ്മയോടുള്ള സമർപ്പണവും ഭാരതം വാകെ വാരി വിതറാൻ
ഈ ഏകാത്മതാ യാത്രക്ക് സാധിച്ചു. കേരളത്തിലും മറ്റും അതിനെതിരായ പല പ്രചരണങ്ങളും നടന്നെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലും അത് വിജയിച്ചിരുന്നു. ഗംഗാജല യാത്രയൊക്കെ അനവധി ജനങ്ങൾ ക്യൂ നിന്ന് ഗംഗാജലം സ്വീകരിക്കാനൊക്കെ അന്ന് വന്നത് വലിയൊരു കാഴ്ചയായിരുന്നു. കൊടുങ്ങല്ലൂരിലും കുട്ടനാട്ടിലും ഒക്കെ അന്ന് നടന്ന പരിപാടികൾ കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ളൊരു ദിശാബോധം നൽകിയ പരിപാടിയായിരുന്നു. സർവ്വസാധാരണക്കാരെല്ലാം അതെ അതെ. അപ്പം ഇങ്ങനെ അതത് കാലത്ത് ഈ നാട്ടിലെ ജനസമൂഹത്തെ സ്വാഭിമാനത്തിലേക്ക് നയിക്കുവാനുള്ള പരിശ്രമങ്ങൾ സംഘപ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. സംസ്കൃത ഭാഷയോട് ആഭിമുഖ്യം ഉണ്ടാക്കുവാൻ, ഭാരതീയമായ വിദ്യാഭ്യാസ പദ്ധതിയെ പുനരാവിഷ്കരിക്കാൻ, ഇങ്ങനെ നിരന്തരമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകളിലൂടെയും ഈ നാടിൻ്റെ ആത്മാഭിമാനത്തെയും ആത്മബോധത്തെയും ഉണർത്താൻ സംഘപ്രസ്ഥാനങ്ങൾ പരിശ്രമിച്ചു. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്, ആ ദിശയിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 500 കൊല്ലമായി ഭാരതത്തിൽ തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം, ആ ക്ഷേത്രം ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ജന്മഭൂമിയിലുള്ള ക്ഷേത്രം, ശ്രീരാമചന്ദ്ര ഭഗവാൻ ഈ നാടിൻ്റെ മുഴുവൻ വ്യക്തിത്വത്തിൻ്റെയും തനിമയുടെയും സംസ്കാരത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ഒരു പ്രതിബിംബം, അതിനെ ഉണർത്തിക്കഴിഞ്ഞാൽ ഈ നാടിൻ്റെ സ്വാഭിമാനം ഉണരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ദിശയിൽ സംഘപ്രസ്ഥാനങ്ങൾ നീങ്ങിയത്. നമുക്ക് ചരിത്രത്തിൽ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ധാരണവും മറ്റും ഈ നിലയിൽ കൂട്ടിവായിക്കാൻ സാധിക്കും. സർദാർ പട്ടേൽ മുൻകൈയെടുത്ത് നടത്തിയ പരിശ്രമം ഇന്ന് നമ്മൾ ഗുജറാത്തിൻ്റെ മണ്ണിലേക്ക്, ഗുജറാത്തിലുണ്ടായിട്ടുള്ള ദേശഭക്തിപരമായ, ദേശാഭിമാനപരമായ, ഈ ഭാരതത്തിൻ്റെ സാംസ്കാരിക ബോധത്തോട് ഒട്ടി നിൽക്കുന്ന ഗുജറാത്തിൻ്റെ ഇന്നത്തെ മുഖച്ഛായ, ഒരുപക്ഷെ അതിലേക്കൊക്കെ ഗുജറാത്തിനെ നയിച്ചത് ഈ സോമനാഥ ക്ഷേത്രത്തിൽ തകർന്നുപോയ കലശങ്ങൾ വീണ്ടും പുനർജീവിച്ചതുകൊണ്ടാണോ നമ്മൾ സത്യത്തിൽ വിലയിരുത്തേണ്ടി വരും. അപ്പോൾ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക ഭൂമി ഉത്തർപ്രദേശ്, കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ ജന്മഭൂമി, ആ ഭൂമിയിലെ ജനങ്ങൾ മാത്രമല്ല സമ്പൂർണ്ണ ഭാരതത്തിലെയും ജനങ്ങൾക്ക് രാമകഥയുമായി ബന്ധമുണ്ട്. ഇപ്പോൾ കേരളത്തിലെ 700 കൊല്ലങ്ങൾക്ക് മുമ്പ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള ഭാഷയിൽ വ്യാഖ്യാനിച്ച, എഴുതി തീർത്ത ആ രാമകഥ നമ്മൾ കേരളത്തിലെ സമൂഹത്തെ മുഴുവൻ ഉണർത്താൻ വിശാലന്ത സമ്മേളനം കഴിഞ്ഞ് എടുത്തൊരു തീരുമാനം രാമായണ മാസമായി കർക്കിടക മാസത്തെ ആചരിക്കണമെന്നായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? അതും ദേശവ്യാപകമായി സംഘപ്രസ്ഥാനങ്ങൾ നടത്തിയ സ്വാഭിമാന ജാഗരണത്തിനുള്ള പരിശ്രമത്തിൻ്റെ കേരളീയമായ ഒരു പതിപ്പായിരുന്നു. കവിഗുരു തുഞ്ചത്താചാര്യൻ പാടിയ പാവന രാമകഥ കൊട്ടാരംകുടിൽ ഒരുപോലെങ്ങും മാറ്റൊലികൊള്ളും നാടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സംഗീതത്തിലൂടെ മാത്രമല്ല രാമകഥയുടെ അംശത്തെ നമ്മൾ അവതരിപ്പിച്ചു. അന്ത്യജൻ അഗ്രജൻ ഇല്ലിവിടെ, വർഗം വർണ്ണമരുതിവിടെ, സകലരും അമ്മയ്ക്ക് ഓമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ്. അപ്പോൾ ഈ ഒരു ബോധം ഓരോ സന്ദർഭത്തിലും ഓരോ സംസ്ഥാനത്തിലും സംഘപ്രസ്ഥാനങ്ങൾ അതത് കാലത്തിനനുസരിച്ച് പുനരാവിഷ്കരിച്ചു. അതിൻ്റെ ഏറ്റവും വിപുലവും ഏറ്റവും സുദീർഘമായ ഒരു സംഘർഷ സമരത്തിൻ്റെയും പര്യവസാനമായിരുന്നു ഈ പറയുന്ന 1984 മുതൽ സംഘപ്രസ്ഥാനം ഈ മുന്നേറ്റത്തെ ഏറ്റെടുത്തത്. ശരിക്കും നമ്മൾ ആവിഷ്കരിച്ചതല്ല, നമ്മൾ ആരംഭിച്ചതല്ല. അത് എപ്പോഴാണോ ഇത് 1528 തകർത്തത്, അന്നു മുതൽ അതിനെ വീണ്ടും അവിടെ പുനഃസ്ഥാപിക്കുവാനുള്ള പരിശ്രമങ്ങൾ അന്നത്തെ കാലത്ത് വിധർമ്മികളായവരോട് ഏറ്റുമുട്ടിക്കൊണ്ട് നമ്മുടെ രാജാക്കന്മാരും സാധാരണ ജനങ്ങളും നടത്തിയിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കോടതിയിൽ വ്യവഹാരം നടത്തി അതിൻ്റെ അവകാശം തിരിച്ചുപിടിക്കാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ ദിശാബോധം നഷ്ടപ്പെട്ട ഒരു ഭരണകൂടമായതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു അന്ന് ആ ജനങ്ങൾ അവിടെ രാമലല പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൻ്റെ അവകാശവും അവിടെ ആരാധനാ സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നപ്പോൾ അതിനെ തടുത്തത്. ഇങ്ങനെ ചരിത്രത്തിലെ കറുത്ത പാടുകളെ എല്ലാം കഴുകിക്കളഞ്ഞുകൊണ്ട് ഒരു സ്വാഭിമാനവും ഈ രാഷ്ട്രത്തിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് പ്രഖ്യാപിക്കുവാനുള്ള പരിശ്രമവുമാണ് സത്യത്തിൽ ഇത്. സ്വാതന്ത്ര്യാനന്തരം ഭാരതത്തിൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന് ഒരു സംശയത്തിലാണ്. ഇത് ഒരു രാഷ്ട്രമായി കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞവരാണ് നമ്മുടെ സ്വാതന്ത്ര്യം കൈയാളിയത്, അല്ലെങ്കിൽ ഭരണം കൈയാളിയത്. ഈ നാടിൻ്റെ തനിമ ഹിന്ദുത്വമാണ് എന്ന് പറയാൻ മടിച്ചവരാണ് ഈ നാടിൻ്റെ ഭരണത്തെ കൈയാളിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വം എന്നൊരു മതമല്ല, മതാഭാസമല്ല, മതാചാരങ്ങളല്ല. ഹിന്ദുത്വം എന്നത് ഈ നാടിൻ്റെ കലയിലും സാഹിത്യത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ജീവിത ദർശനത്തിലും മതത്തിലും ഭാഷയിലും എല്ലാം തെളിഞ്ഞു നിൽക്കുന്നതായ ഈ നാടിൻ്റെ ആത്മശക്തിയാണ്. ഈ ഒരു ആത്മശക്തിക്കനുസരിച്ച ഒരു ആകാരമാണ് രാമൻ എന്നുള്ളത് കൊണ്ട് രാമൻ്റെ തകർന്നുപോയ ക്ഷേത്രം എത്രയോ പേരുടെ ഹൃദയങ്ങളിൽ വ്യഥയായി അവശേഷിക്കുന്നതിനെ അവസാനിപ്പിച്ച് ഒരു സ്വാഭിമാനം പുനർജനിപ്പിക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് 84 ഈ പ്രസ്ഥാനം ആരംഭിച്ചത്.
പക്ഷേ അത് RSS മാറ്റം ഏറ്റെടുക്കണം എന്നുള്ളതല്ല. അത് അശോക് സിംഗാൾജി എന്ന് പറയുന്ന അന്നത്തെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന നേതൃത്വത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അന്നത്തെ സർസംഘചാലക് രജുബയ്യ, അതുപോലെ തന്നെ അന്ന് രാഷ്ട്രീയ രംഗത്താണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആധ്യാത്മികമായ ഒരു പിൻബലമുള്ള ഉമാഭാരതി, വിനയ് കത്തിയാർ, അങ്ങനെയുള്ള അദ്വാനിജി, മുരളി മനോഹർ ജോഷി, ഇങ്ങനെ സമുന്നതരായ ദേശീയ നേതാക്കന്മാർ മുൻകൈയെടുത്തും നൃത്തഗോപാൽദാസിനെ പോലുള്ള, ചിന്മയാനന്ദ സ്വാമിയെ പോലുള്ള ഭാരതത്തിലെ പ്രശസ്തരായ സന്യാസിമാരുടെ എല്ലാം പിന്തുണയോടുകൂടി ആണ് ഈ പ്രക്ഷോഭം ഏറ്റെടുത്തത്. അപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ജന്മകാലം മുതൽ അതിന് ശക്തി പ്രാപിക്കും തോറും അതത് പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നാടിനെ ശക്തിപ്പെടുത്താനുള്ള അതിൻ്റെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീരാമ ജന്മഭൂമിയുടെ നവീകരണവും പുനരുദ്ധാരണവും അതിൻ്റെ മുകളിലുള്ള കളങ്കം തുടച്ചു നീക്കാനുള്ള പരിശ്രമം ആരംഭിച്ചത്. അതൊരു ദേശീയ നവീകരണ നവോത്ഥാന പ്രവർത്തനം തന്നെയാണ്, സ്വാഭിമാന ജാഗരണ പ്രവർത്തനം തന്നെയാണ് എന്ന് അന്നും ഇന്നും സംഘപ്രസ്ഥാനങ്ങൾ വിലയിരുത്തുന്നു, വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മുഴുവൻ ശക്തിയും മറ്റൊരു നേതൃത്വം മുന്നിൽ നിന്നുകൊണ്ട് അതിൻ്റെ പുറകിൽ ഒരു ജനശക്തിയായിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം വർത്തിക്കുന്നത്.